സിദ്ധു വീട്ടിലെത്തിയായിരുന്നോ? ആ എത്തി. എന്താ സിദ്ധു ഒരു തണുപ്പമട്ട്? സ്വന്തം വീട്ടിലെത്തിയതിന്റെ ഒരു സന്തോഷം ഇല്ലല്ലോ. സ്വന്തം വീട് പോലെ തോന്നുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കാത്തിരിക്കാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷത്തോടെ ഞാനിവിടെ നിന്നേനെ. സിദ്ധു പ്ലീസ്. ആശുപത്രിയിൽ വെച്ച് എനിക്കൊരു വാക്ക് തന്നിരുന്നു. അബോധാവസ്ഥയിലും ഞാനത് വ്യക്തമായിട്ട് കേട്ടു. ഇനി എന്റെ കൂടെ ദേവിക ഉണ്ടാവുന്ന. ദേവികെ, ദേവികെ, ദേവു. എന്തോ? ദേവുട്ടി, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു. ഞാൻ സിദ്ധുവിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. ഒരിക്കലും കൂട്ടിമുട്ടാത്ത പാളങ്ങളെ പോലെ സമാന്തരമായി നടന്ന് ജീവിച്ച് തീർക്കേണ്ടതാണ് ദേവികെ നമ്മുടെ ജീവിതം. സിദ്ധു മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കണം കേട്ടോ. അതാണോ എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം? ഞാൻ വേറെ ആരെയും കല്യാണം കഴിച്ച് എങ്ങോട്ടും പോവില്ല സിദ്ധു. ഞാൻ സിദ്ധുവിന്റെ നിഴല് പറ്റി തന്നെ ഉണ്ടാവും. എന്റെ കൂടെ വേണം. എന്റെ ഭാര്യയെന്ന് എനിക്ക് അധികാരത്തോടെയും അവകാശത്തോടെയും പറയണം. സിദ്ധു പ്ലീസ്. ഒരു കുടക്കീഴില് ഒന്നിച്ച് നിൽക്കണം ദേവികെ. വിരൽത്തുമ്പിൽ പോലും തൊടാതെ പ്രാണനെ വരിഞ്ഞു മുറുക്കി ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. സിദ്ധുട്ടാ, ഞാൻ വിളിക്കാം ദേവികെ. ഞാൻ ഫോൺ വിളിക്കുന്ന കണ്ടില്ലേ? കണ്ടു. ആരോടാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലായി. എത്ര മനോഹരായിട്ട് സിദ്ധുടെ സംസാരിക്കുന്ന. പ്രാണനെ വരിഞ്ഞു മുറുക്കി പോലും. വയലാർ എഴുതോ ഇത്രയും മനോഹരമായ വരികൾ? അതെ, ചിലരുടെ പ്രാണനെ വരിഞ്ഞു മുറുക്കേണ്ടി വരും. സ്നേഹം കൊണ്ടല്ല, കയറുകൊണ്ട്. കാലപാശം കേട്ടിട്ടില്ലേ?